ഹലോ മുത്തമണീസ്, എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണോ? 2 ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ഒന്നാമത്തെ കാര്യം യാത്രയിലായിരുന്നു. പിന്നെ ചെറിയൊരു കോളിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയത്. എന്തായാലും ഇന്ന് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണേ കേട്ടോ. നമ്മളൊക്കെ പലരും ചിന്തിക്കുന്ന കാര്യം അതുപോലെ നടക്കാറുണ്ടോ? അതായത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, നമുക്ക് നല്ലൊരു ജീവിതം ലഭിക്കണം, നല്ലൊരു ജോലി, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു ലൈഫ് സ്റ്റൈലാണോ, ഒരു ജീവിതമാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അല്ലേ? ചിലപ്പോൾ നമ്മൾ വിചാരിക്കണം, എനിക്കുണ്ടായിരുന്ന ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ ജീവിതം വിജയകരമാക്കാനുണ്ടായിരുന്ന എൻ്റെ മുന്നിലുണ്ടായിരുന്ന വഴികളൊന്നും ഞാൻ കാര്യമായിട്ട് ഉപയോഗപ്പെടുത്തിയില്ല, അതെല്ലാം വെറും വേസ്റ്റാക്കി കളഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. അതുപോലെ തന്നെ ഇനി എനിക്ക് ഇവിടെ നിന്നും മാറണം, അതായത് ഈ ഒരു ജീവിത രീതിയിൽ നിന്നും മാറണം, നല്ല രീതിയിൽ മുന്നോട്ട് വന്നം, പക്ഷേ ഞാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ലല്ലോ, എൻ്റെ ഒരു പരാജയമാണോ അത്? അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും ഉണ്ടാവും അല്ലേ? ഒരിക്കലും നമ്മുടെ ജീവിതം നമ്മൾ വിചാരിക്കുന്നത് പോലെ മുന്നോട്ട് പോകണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്തൊരു സുഖമായിരുന്നു. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലേക്കായിരിക്കും ഒരു 50% ആളുകളുടെയും ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആ ഒരു നമ്മുടെ ആ മുന്നോട്ടുള്ള യാത്രയിൽ എന്തൊക്കെയോ എവിടെയൊക്കെയോ പിഴവുകളുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഹാബിറ്റ്സ് ആയിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ച് നോക്കുക, നമുക്ക് ദോഷകരമായിട്ടുള്ള ഹാബിറ്റ്സ് ഇതിനകത്ത് ഏതാണ്? എൻ്റെ ചില ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ചില എന്താ പറയുക, ഹാബിറ്റ്സ് എനിക്ക് ദോഷകരമാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് എനിക്ക് സാധിക്കില്ലേ? ഞാനത് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്താൽ അത് ജീവിതം മുന്നോട്ട് പോകുന്നതിന് എന്തെങ്കിലും ഗുണകരമാണോ? അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചതിന് ശേഷം മാറ്റാൻ പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റാൻ നോക്കണം. അതായത് കഴിഞ്ഞു പോയതിനെ ഓർത്ത് നമ്മൾ വ്യസനിച്ചിരിക്കരുത്. കഴിഞ്ഞു പോയത് അങ്ങോട്ട് പോയി. ഇനി അതിൽ നിന്നും ഏതെല്ലാം രീതിയിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഒന്ന് പിടിച്ച് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് എനിക്ക് സാധിക്കും. എല്ലാ ദിവസവും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരുപാട് വഴികളുണ്ടെന്നേ. അത് നമ്മൾ തന്നെ കണ്ടെത്തിയ വഴി തെറ്റാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക മുന്നോട്ട് പോകാനായിട്ട്. ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. അതായത് നമ്മൾ ഒരു വേയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ആ വഴിയിൽ നിന്നും ഒന്ന് വ്യതിചലിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത്തിരി കുണ്ടും കുഴികളും ഒക്കെ നിറഞ്ഞതായിരിക്കും ആദ്യത്തെ കുറേ ഭാഗങ്ങൾ. അപ്പം നമ്മൾ ഈ നാഷണൽ ഹൈവേ കടെ ഇങ്ങനെ പോയി പഠിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ഇടവഴിക്കോട്ട് കയറുമ്പോഴത്തേക്ക് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത് നമ്മൾ വെട്ടി നിരപ്പാക്കിയൊക്കെ ചിലപ്പോൾ മുന്നോട്ട് പോകേണ്ടി വരും. ചിലപ്പോൾ കുഴികളൊക്കെ എടുത്ത് ചാടി കിടക്കേണ്ടി വരും. ആദ്യം അതൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. പക്ഷെ കുറച്ച് നമ്മളങ്ങ് തരണം ചെയ്ത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും നമ്മൾ കാണില്ല. നമുക്കത് വിജയത്തിലേക്ക് എത്തിക്കും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് അതിനേക്കാളും സ്പീഡിൽ ചെന്നെത്താനായിട്ടും സാധിക്കും. നമ്മൾ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ, നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ യാത്ര ശരിയല്ലായിരുന്നു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് തന്നെ മാറ്റം വരുത്താമെന്നേ. നമ്മുടെ ജീവിതത്തിൻ്റെ കഥ എഴുതുന്നത് നമ്മളല്ലേ. അപ്പോൾ ആ പേന നമ്മുടെ കയ്യിലല്ലേ, ആ തൂലിക ഇരിക്കുന്നത്. അതൊന്ന് മാറ്റി എഴുതാനായിട്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒന്നങ്ങോട്ട് മാറ്റി എഴുതി നോക്കുക. അപ്പോഴറിയാം അതിനകത്ത് വരുന്ന മാറ്റങ്ങളൊക്കെ. അതിന് വേണ്ടിയിട്ട് വേറൊന്നുമല്ലെന്നേ, നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തി നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചിലവഴിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കൂ, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ജീവിക്കൂ എന്ന് പറയാറില്ലേ? അത് ഇതിൻ്റെ വേറൊരു ഭാഗമാണ്. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചിലവഴിച്ച് നോക്കുക. എന്നിട്ട് ചിന്തിക്കുക, ഞാൻ ഇതുവരെ കടന്നു വന്ന വഴികളിൽ ഏത് കാര്യങ്ങളായിരുന്നു ശരിയാവാതിരുന്നത്, ഏത് ഡിസിഷനാണ് എനിക്ക് തെറ്റിപ്പോയത്, അല്ലെങ്കിൽ ഏത് വഴിയിലൂടെ ഞാൻ കൂടുതൽ സഞ്ചരിച്ചപ്പോഴാണ് എനിക്ക് ആ ഒരു ചേഞ്ച് എൻ്റെ ജീവിതത്തിൽ വന്നത്. അതിനെ അങ്ങ് പാടെ മാറ്റിയിട്ട് പുതിയ തീരുമാനങ്ങൾ എടുക്കുക. പുതിയ ഡിസിഷൻ എടുത്തിട്ട് ഡിസിഷൻ എടുത്താൽ മാത്രം പോരാ, ഈ എടുത്തതിനകത്ത് പൂർണ്ണമായും ഉറച്ചു നിൽക്കുകയും വേണം. അപ്പോൾ ആ ഒരു രീതിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് പതിയെ ഓരോ മാറ്റങ്ങൾ വന്നു തുടങ്ങും. അത് 1-2 ദിവസങ്ങൾ കൊണ്ടല്ല, ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ തന്നെ അത് വലിയൊരു മാറ്റമായിരിക്കും നമ്മുടെ മനസ്സിൽ ഏൽപ്പിക്കുന്നത്. അതായത് നമ്മളെപ്പോഴും നമുക്ക് രക്ഷപ്പെടണം, അല്ലെങ്കിൽ വേറൊരു വഴിയിലേക്ക് പോയി നമുക്ക് രക്ഷപ്പെടണം, എൻ്റെ ഈ ആഗ്രഹങ്ങളിലേക്ക് പാടെ ഉപേക്ഷിക്കണം എന്ന ഒരു തീരുമാനം നമ്മുടെ മനസ്സിൽ എടുത്തു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അത് വേണ്ട എന്ന് നമ്മുടെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നമ്മൾ ഇതുവരെ വന്ന വഴി വേറൊരു ലെവലാണ്. വലിയ ഓവർ സ്ട്രെയിൻ ഒന്നും ഇല്ലാത്ത കൂളായിട്ട് വന്ന വഴികളായിരിക്കും ചിലപ്പോൾ അത്. പക്ഷേ അതിനകത്തുനിന്ന് നമ്മൾ ഇതിലേക്ക് ചാടുമ്പോൾ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി നമ്മളെ പുറകോട്ട് പിടിച്ച് വലിക്കുവേ. പക്ഷേ അങ്ങനെ വലിക്കുമ്പോൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ധൈര്യം, ഒരു മൈൻഡ്, നമ്മളതൊരു മെൻറ്റാലിറ്റി നമ്മൾ ആർജിച്ചെടുക്കണം.
നമ്മൾ 10 സ്റ്റെപ്പ് നമ്മളെ പുറകോട്ട് വലിക്കുമ്പോൾ നമ്മളൊരു 5 സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് പോകാനായിട്ട് നോക്കണ്ടേ? വേണം. അതിനെല്ലാം തടസ്സങ്ങളെല്ലാം തട്ടി മാറ്റി മുന്നോട്ട് പോകാൻ ആദ്യം ഇത്തിരി പ്രയാസമൊക്കെ ആയിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പ്രാക്ടീസ് ചെയ്ത് അത് ശരിയായിക്കോളും. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ദുശീലമുണ്ട്, നമ്മളത് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. നിസ്സാരം ഞാൻ പറയാം, മൊബൈൽ അഡിക്ഷൻ മിക്കവർക്കും ഉള്ളൊരു കാര്യമാണ് മൊബൈൽ അഡിക്ഷൻ. അത് കാരണം എന്താ സംഭവിക്കുക, നമുക്ക് ആക്റ്റീവായിരിക്കേണ്ട പല സന്ദർഭങ്ങളിലും നമുക്കതാവാൻ പറ്റാതെ വരുന്നു. പ്രൊഡക്റ്റീവായിരിക്കേണ്ട സമയങ്ങളിലൊന്നും നമ്മളത് ചെയ്യാതിരിക്കുന്നു. അലസമായിട്ട് ഇതും തോണ്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ആദ്യമൊക്കെ നമ്മളൊരു ഒരു ദിവസം നിങ്ങൾ ഈ മൊബൈലൊന്ന് മാറ്റി വയ്ക്കാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് എന്തൊക്കെയോ മരണവെപ്രാളം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയായിരിക്കും അല്ലേ? നമ്മുടെ സന്തോഷ സഹചാരിയായിട്ട് അത്രയും നാൾ നമ്മളെ കൂടെ കൊണ്ടു നടന്നൊരു വസ്തുവാണിത്. അത് നമ്മൾ മാറ്റി വയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നമ്മൾ ഉപയോഗിക്കേണ്ട എന്നല്ല പറയുന്നത്, അതിനൊരു ടൈം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അതായത് ഇന്ന സമയം തുടങ്ങി ഇന്ന സമയം വരെ മാത്രമേ ഞാനിത് ഉപയോഗിക്കുള്ളൂ. നമ്മൾ ഈ കൊച്ചു കുട്ടികളോടൊക്കെ പറയത്തില്ല, നീ അത് പഠിച്ചതിന് ശേഷം നിനക്ക് ഇത്ര സമയം മാത്രം ഗെയിം കളിക്കാനായിട്ട് തരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് മൊബൈൽ തരാം. അങ്ങനെ പറയുമ്പോഴത്തേക്കും ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് അതിന് മുന്നുള്ള സമയം മുഴുവൻ കുട്ടി പഠിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യും. അത് വലിയവർക്കും ബാധകമാണെന്നേ. നമ്മളൊരു തീരുമാനം എടുക്കുക, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ. അതായത് ഞാൻ അത്ര ആക്റ്റീവ് അല്ലാത്ത സമയം ഏതാണ്, എനിക്ക് വർക്ക് ചെയ്യാൻ കുറച്ച് മുഷിപ്പ് തോന്നുന്ന സമയം ഏതാണ്, അല്ലെങ്കിൽ എൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നീക്കി വെക്കാൻ പറ്റുന്ന സമയം ഏതാണ് എന്ന് ചിന്തിച്ച് അതിനനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു സമയം മാറ്റി വെച്ച് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. ആ ഒരു സമയത്ത് മാത്രം നമ്മളിത് എടുക്കാനായിട്ട് നോക്കുക. ഫുൾ ടൈം ചിലരുണ്ട് രാവിലെ എഴുന്നേറ്റ് വന്നാൽ അപ്പം തന്നെ ഇതുമേൽ തോണ്ടിക്കൊണ്ടിരിക്കും. അപ്പം അത് നമ്മുടെ രാവിലെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനായിട്ട് എനർജറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. ആ സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും. അവസാനം അതുമില്ല ഇതുമില്ല, അതൊരു അലസമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. പിന്നെ എങ്ങനെ നമ്മുടെ ജീവിതം വിജയിക്കുമെന്ന് പറ. അപ്പം ആ ഒരു കാര്യം അങ്ങോട്ട് മാറ്റിയാൽ തന്നെ. അതുപോലെ നമ്മൾ ഈ സോഷ്യൽ മീഡിയസ് ഏതായാലും ഇപ്പോൾ ടി വി കാണുക, അതും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണുന്ന കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അതിന് നമ്മൾ വീണ്ടും അങ്ങോട്ട് അഡിക്റ്റായി പോകും. അങ്ങനെ ആവാതെ കുറച്ച് സമയം മാത്രം അതിന് യൂസ് ചെയ്യുക. ബാക്കി സമയങ്ങൾ നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുത്തിട്ട് അതിന് വേണ്ടിയിട്ടൊന്ന് പ്രവർത്തിച്ച് നോക്കുക. ചിലപ്പോൾ 1 മാസം 1.5 മാസമൊക്കെ നമ്മൾ ഇതിൻ്റെ പുറകെ പോലെയായിരിക്കും ഒരു സ്റ്റെപ്പൊന്നും മുന്നോട്ട് വയ്ക്കാനായിട്ട് പറ്റുന്നത്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ശീലിച്ച് വന്നത് വേറൊരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഏതൊരു ദിവസം എൻ്റെ സമയം കഴിഞ്ഞു പോയി എന്ന് ചിന്തിക്കേണ്ട. ഈ ഒരു നിമിഷം അല്ലെങ്കിൽ അടുത്ത നിമിഷം വേണമെങ്കിൽ നമുക്ക് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ അല്ലേ? ചിലപ്പം എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം മതിയോ. അതായത് നമ്മൾ ഈ പറയാറില്ല, 2-4 ദിനങ്ങൾ കൊണ്ട് ഒരുത്തിനെ തണ്ടിലേറ്റി നടത്തുന്നത് ഭവാൻ കേട്ടിട്ടില്ലേ? അതാണ് നമ്മൾ ഉദ്ദേശിക്കാത്ത സമയത്തായിരിക്കും ചില സമയത്ത് നമുക്ക് നല്ലത് വന്ന് നമ്മൾ കയറി പോകുന്നത്. പക്ഷെ നമ്മൾ പ്രൊഡക്റ്റീവ് അല്ല, വെറുതെ ഇങ്ങനെ അടങ്ങി അലസമായിട്ട് ഒതുങ്ങിക്കൂടി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഒരു തീരുമാനം എടുക്കുക. ആ തീരുമാനം ഉറച്ചതായിരിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് വന്നാലും ഞാൻ അതിനകത്ത് മാറില്ല എന്ന രീതിയിൽ നമ്മുടേതായ ലൈഫ് സ്റ്റൈലിന് കുറേ ചേഞ്ചുകളൊക്കെ വരുത്തി മെല്ലെ മെല്ലെ മുന്നോട്ട് പോയി നോക്കിക്കേ. നിങ്ങളുടെ ജീവിതം വിജയത്തിലേക്ക് തന്നെ കൊണ്ടുപോകുമെന്നേ. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ദിവസങ്ങളോളം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. എനിക്കിപ്പോൾ രാവിലെ ഒരു പ്രശ്നം വന്നു, മൈൻഡ് ഭയങ്കര ഡൗൺ ആയിപ്പോയി. ഞാനതിങ്ങനെ ഫുൾ പിന്നെ അത് തന്നെ ഫുൾ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കത്തില്ല. അതിനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഞാൻ തന്നെ നോക്കും. ആ ഒരു മൈൻഡ് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കുക. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ മൈൻഡിൽ നിന്ന് അത് മാറും, പെട്ടെന്ന് റിലീഫ് ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ സന്തോഷം എവിടെ ഇരിക്കുന്നു എന്ന് അറിയാവുന്നൊരു വ്യക്തി ഞാൻ മാത്രമാണ്, നിങ്ങളായിരിക്കില്ല. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കില്ല എനിക്ക് ചിലപ്പോൾ സന്തോഷം തരുന്നത്. അതെന്താണെന്ന് അറിയാവുന്ന വ്യക്തി ഞാൻ മാത്രമാണ്. എനിക്കത് കിട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ആ ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഹാപ്പിനെസ് എനിക്ക് വന്നു ചേരും. അപ്പം അത് എത്രയും പെട്ടെന്ന് നമ്മൾ ശരിയാക്കിയെടുക്കുക നമ്മുടെ മൈൻഡിനെ. ആ ഒരു ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഇരുന്ന് പോയാൽ പിന്നെ ചിലരുണ്ട് മാസങ്ങളോളം ഇതും കൊണ്ടിങ്ങനെ നടക്കും, അല്ലെങ്കിൽ ദിവസങ്ങളോളം ഇതും കൊണ്ടിങ്ങനെ നടക്കും. അപ്പോൾ വല്ല 1-2 മണിക്കൂറും കൊണ്ടൊക്കെ മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതെല്ലാം. അതെന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്ന് പറയത്തില്ല. രോഗം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അല്ലെങ്കിൽ പനി വന്നിട്ട് ചുമയുടെ മരുന്ന് കഴിച്ചിട്ട് കാര്യമുണ്ടോ? പനി വന്നാൽ പനിയുടെ മരുന്ന് കഴിക്കുക. അത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എടുത്തങ്ങോട്ട് കഴിച്ചാൽ പോരായോ? എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ അത്തേ പിടിച്ച് തൂങ്ങണ്ട, മനസ്സിലായോ? അതുപോലെ നമ്മൾ നമ്മുടെ മൈൻഡ് അറിഞ്ഞ് മുന്നോട്ട് പോവുക. അപ്പം കറക്റ്റായിട്ട് നമുക്കൊരു വേയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. പിന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും നമ്മുടെ ബ്രെയിൻ അത് എന്താ പറയുക, സേവ് ചെയ്ത് വെക്കുക എന്ന് പറയത്തില്ല, അത് പ്രവർത്തിപ്പിക്കും. കാരണം നമ്മളിപ്പം എന്തെങ്കിലും കാര്യം കണ്ടിന്യൂസ് ആയിട്ട്
ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അത് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിന് തന്നെ വരും. അലസമായിട്ടിരിക്കുകയാണെങ്കിൽ അതിന് മാത്രമായിരിക്കും ഈ പറയുന്ന നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത്. പ്രവർത്തനരഹിതമായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം അതല്ല, നല്ല രീതിയിൽ നമ്മുടെ നല്ല ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, വിജയിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് മാറ്റിവെക്കുക, പുതിയ പുതിയ ശീലങ്ങൾ നമ്മൾ വളർത്തിയെടുക്കുക, പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുക, ആ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. മനസ്സ് താഴെ പോയാൽ അതിനെ പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അത് എവിടെ നിന്ന് എങ്ങനെ എന്നുള്ളതിൻ്റെ ഉത്തരം നിങ്ങളുടെ കയ്യിൽ തന്നെയാണുള്ളത്. അത് എവിടെയാണെന്നുണ്ടെങ്കിലും അത് എടുത്ത് നമ്മൾ ഉയർന്നു വന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ വീഴ്ചയിൽ അവിടെ കിടന്നു പോകും. എങ്ങനെയാണെങ്കിലും നമ്മുടെ ഉയർച്ച നമ്മളെപ്പോഴും മനസ്സിൽ കാണുക, തീരുമാനമെടുക്കുക, ധൈര്യമായി മുന്നോട്ട് പോവുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക. ഹാപ്പി ഡേ മൈ ഡിയേഴ്സ്.